ലാസ്റ്റ് വീഡിയോ നമ്മൾ അനലൈസ് ചെയ്തൊരു സ്റ്റോക്കാണെന്ന് മാൻകൺ ഫാർമ ലിമിറ്റഡ് എന്ന്. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞേക്കണം കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഡിമാൻഡ് സോണിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു ബൈയിങ് പ്രഷറും കാര്യമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ലാസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞേക്കണം നമ്മൾ ഏറെക്കുറെ മെൻഷൻ ചെയ്തൊരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയാണ്. ഈ ഏരിയയും താഴേക്കൊരു ഡൗൺഫോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് എത്തുകയും അത്യാവശ്യമാണെന്നുള്ളൊരു സ്ട്രെങ്തും പൊട്ടൻഷ്യലും കാണാൻ സാധിക്കും. നമുക്കൊരു റിവേഴ്സലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ കൃത്യമായിട്ടൊരു ആ പോയിന്റിലേക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് വരികയും കൃത്യമായിട്ട് ആ പോയിന്റിൽ നമുക്കൊരു നല്ലൊരു റിവേഴ്സലും കാര്യമൊക്കെ കിട്ടിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു കൃത്യമായിട്ടൊരു എൻട്രി ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1:2 മിനിമം ഒരു 1:2 മുകളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കത് ട്രയൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഈ നമ്മൾ പറഞ്ഞൊരു എൻട്രി പോയിന്റിൽ നിന്ന് വന്ന് നിൽക്കുന്നത് 18% അടുത്ത് ഒരു ഗ്രോത്ത് കാര്യമൊക്കെ നമുക്ക് ആ ഇനിഷ്യൽ പോയിന്റ് നമ്മൾ പറഞ്ഞ പോയിന്റിൽ നമുക്ക് കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഏരിയ നമ്മൾ ഈ പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ സാധിച്ചാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റാലിക്ക് കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ അന്ന് തന്നെ പരിചയപ്പെടുത്തി ആ വീഡിയോക്ക് നമ്മൾ പരിചയപ്പെടുത്തി വേറെ സ്റ്റോക്കാണ് ഇക്കോൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു എൻട്രി കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ പറഞ്ഞ 2 ഡിമാൻഡ് ഏരിയകളാണ്. അത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ കാണുന്ന ഡിമാൻഡ് ഏരിയ, ഫസ്റ്റ് ഡിമാൻഡ് ഏരിയ ഏറെക്കുറെ 920 അടുത്ത്, അല്ല സെക്കൻഡ് ഡിമാൻഡ് ഏരിയ വന്നിട്ട് 719 അടുത്ത റീജിയനിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു റീജിയനിലേക്ക് പതിയെ മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. ആ ഡിമാൻഡ് ഏരിയ ക്രോസ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുള്ള മെയിൻ കാരണം ന്യൂസുകളും വാറും അതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. അങ്ങനെ ഒരു വന്ന കാര്യം. പിന്നെ ചെറിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുക, അതേപോലെ ഇവിടെയാണ് കുറച്ച് SLകൾ ഇവിടെ ഞാൻ പറഞ്ഞൊരു ഡിമാൻഡ് ഏരിയ മാത്രം എടുത്ത് നോക്കി നിന്നെടുത്ത് കുറച്ച് ആൾക്കാർ കാണും. എന്ന് വെച്ചാൽ ഞാൻ മാത്രം പറഞ്ഞില്ല, ഇതേപോലത്തെ SMC ഫോളോ ചെയ്യുന്നവരൊക്കെ ഈ ചിലവരൊക്കെ ഡിമാൻഡ് ഏരിയ തന്നെ എടുക്കുക എന്ന് വെച്ചാൽ ലിമിറ്റഡ് ഓർഡർ ഇട്ട്. അപ്പോൾ അവിടുന്ന് എൻട്രി എടുത്താറ് SLകൾ അതിൻ്റെതായിരിക്കും. ആ SL കൂടെ ഗ്രാബ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് താഴേക്ക് പോയതാണ്. അതിനുശേഷം SL എല്ലാം ഗ്രാബ് ചെയ്ത് ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് വീണ്ടും ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ്. ആ ഓർഡർ ബ്ലോക്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ഈ ഓർഡർ ബ്ലോക്ക് നമുക്കൊരു 4 hour ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ സാധിക്കത്തില്ല. നമ്മളൊരു 50 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കും. ആ കൃത്യമായി കാണുന്ന ആ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സലായിരിക്കുന്നത്. ഞാൻ കൃത്യം തന്നെ ഡിപ്ലോയ് ചെയ്തായിട്ട് ഇട്ടുണ്ട്. ബട്ട് നോക്കിക്കഴിഞ്ഞേക്കണം ഇങ്ങനെ മാർക്കറ്റ് താഴേക്ക് ഇനിഷ്യലായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പോയിന്റ് വന്നതിന് ശേഷം മാർക്കറ്റ് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണാൻ സാധിച്ചു. അതിനുശേഷം ഒരു BOS കൂടെ തന്നപ്പോൾ നമുക്ക് മനസ്സിലായി ആ ട്രെൻഡ് റിവേഴ്സലായിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ സ്റ്റാർട്ട് ഫോം ചെയ്തേക്കുന്ന ആ ഒരു ക്യാൻഡിൽ നമ്മൾ ഡിമാൻഡ് ഏരിയയും കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്ത് ഈ കാണുന്ന ക്യാൻഡിൽ നമ്മുടെ ഏറ്റവും ലോസ്റ്റ് ക്യാൻഡിൽ, ഏറ്റവും ലോ ഗ്രേറ്റ് ചെയ്ത ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ നമ്മൾ ഡിമാൻഡ് ഏരിയ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്നതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു പ്രാവശ്യം ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് അതിനുശേഷം ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്തില്ലെന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ഇനിഷ്യൽ ഏരിയയിലൊക്കെ നിങ്ങൾക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാനും കാര്യമൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ മാർക്കറ്റിൽ നല്ല രീതിയിൽ മുകളിലേക്ക് ഇത് പുഷ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു റിട്ടേൺസ് കാര്യമൊക്കെ നിങ്ങൾക്ക് ആ കാണുന്ന ഒരു ഇനിഷ്യൽ പോയിന്റ് എടുക്കാൻ സാധിച്ചെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതേപോലെ ഇന്നത്തെ വീഡിയോയൊക്കെ നമ്മൾ ഇതേപോലെ SMC പ്രകാരം നല്ലൊരു ബൈ സൈഡിലേക്ക് നല്ല ഡിമാൻഡ് ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു സ്റ്റോക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. EIH LTD അല്ല ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അടിച്ചു നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളൊരു 4 hour ക്യാൻഡിലാണ് ഇട്ടേക്കുന്നത്. വീക്കിലി ക്യാൻഡിലേക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് നമുക്ക് മനസ്സിലാക്കാനും കാര്യമൊക്കെ തന്നെ സാധിക്കും. കൃത്യമായിട്ട് അപ് ട്രെൻഡിലും കാര്യമൊക്കെ ഈ സ്റ്റോക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു നല്ലൊരു ബൈ എൻട്രി എവിടെയായിട്ട് കിട്ടുക, എവിടെ നമുക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ബൈ കിട്ടും, നല്ല രീതിയിൽ മാർക്കറ്റിൻ്റെ ആ റാലിയോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല ബൈ എൻട്രി എവിടെ കിട്ടും എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഏത് ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിക്കാം. ഞാൻ SMC അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാൻഡിൽ
സ്റ്റിക്ക് 4 അവർ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ആ 4 അവർ ക്യാൻഡിലേക്ക് വന്നതിന് ശേഷം നമുക്കൊരു അത്യാവശ്യം നല്ലൊരു BOS കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ലാസ്റ്റായിട്ട് റീസെൻ്റായിട്ട് ഫോം ആയിരിക്കുന്ന ഒരു BOS ആണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് ലാസ്റ്റായിട്ടൊരു BOS കാര്യമൊക്കെ ഫോമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ BOSന് നല്ല രീതിയിൽ തന്നെ ഒരു ബ്രേക്കും കാര്യമൊക്കെ ഇവിടെ ആയിട്ട് ഒരു ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ചെറിയ ഇൻഡ്യൂസ്മെൻറ്റ് ക്യാൻഡിലല്ല, ചെറിയൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ പോലത്തെ ക്യാൻഡിലാണ് തന്നേക്കുന്നത്. എന്നാൽ പോലും നമുക്കത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഫോം ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെ എവിടെ നിന്നാണ് ആ റാലി സ്റ്റാർട്ട് ചെയ്ത് ആ റാലി സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ലാസ്റ്റ് ലോ, ആ ലാസ്റ്റ് ലോയി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ലാസ്റ്റ് ലോയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡിമാൻഡ് ഈ കാണുന്ന ക്യാൻഡിലിൻ്റെ ഫുൾ എടുത്ത് നമ്മളൊരു ഡിമാൻഡ് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിലേക്ക് ഇനി മാർക്കറ്റ് പുഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് കാര്യമൊക്കെ കാണാൻ സാധിച്ചേക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ചെറിയൊരു ഫോൾ അല്ല ചെറിയൊരു കറപ്ഷൻ ഇല്ലാതെ വരാനുണ്ട്. ഏറെക്കുറെ ഒരു 16% അല്ലെങ്കിൽ ഒരു ഇനിഷ്യലി പറയുകയാണെങ്കിൽ ഒരു 30% അടുത്തൊരു കറപ്ഷൻ ഇല്ലാതെ വരാനുണ്ട്. അത് ഗ്രാജുവലി വരത്തുള്ളൂ. ഒറ്റ ദിവസം കൊണ്ടല്ല, 1 day 2 ഡേയ്ക്കുള്ളിൽ വരുമെന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇറ്റ് മേ ടേക്സ് ടൈം, സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കൃത്യമായിട്ട് ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് വരിക. വന്നുടനെ നമുക്ക് ഇനിഷ്യൽ ബൈ നടത്തുക എന്നല്ല, കാരണം നേരത്തെ ആയിട്ട് കുറച്ച് ലിക്വിഡിറ്റീസ് കാണും, കുറച്ച് SLകൾ കാണും. ഈ SLകൾ കുറച്ച് മാർക്കറ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ ആ മാർക്കറ്റ് ടൈം ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അല്ല മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ ചെറിയ ചെറിയ ക്യാൻഡിൽ സ്റ്റിക്കിൽ ഇപ്പോൾ 4 hour 50 minute 5 minute വന്ന ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടുപിടിക്കുക. അതിൻ്റെ BOS കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ കാണാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇനി ചിലപ്പോൾ ഈ ഡയറക്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഈ ഡിമാൻഡ് ടാപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പോകാം. അല്ല ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് പതിയെ വന്നതിന് ശേഷം ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയി അതിനുശേഷം ചെറിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. അതിനുശേഷം ആ ഡിമാൻഡ് ഏരിയ പ്ലോട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പോക്കിനും അല്ലെങ്കിൽ ഇങ്ങനൊരു റാലിക്കും നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പോയിന്റുകളിലേക്ക് ആ മാർക്കറ്റ് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എൻട്രി ആണ് ജസ്റ്റ് പറയുന്നത്. ഈ ഒരു ഡിമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 398 അല്ലെങ്കിൽ 400 എന്ന റീജിയൻ എടുത്താണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഒരു നല്ലൊരു എൻട്രി കിട്ടുകയാണ്. SL നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കുകയാണ് ഈ കാണുന്ന ഡിമാൻഡ് ഏരിയയുടെ അടിയിൽ വെക്കാം. അവിടെ ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് ഒക്കെ ഇട്ട് വെക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വന്നിട്ട് 50 minute ക്യാൻഡിൽ സ്റ്റിക്ക് വന്നതിന് ശേഷമുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ ചെറിയ SL കിട്ടുന്നത് ആയിരിക്കും. അതിന് ശേഷം നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന ഈ ഒരു ഏരിയ വെക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റും കാര്യമൊക്കെ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് നമുക്കൊരു 1:2 ഒക്കെ അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് കിട്ടും. 1:2 1:3 ഒക്കെ എടുത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാണുന്ന സ്റ്റോക്കിൻ്റെ ബോത്ത് ഫണ്ടമെൻ്റൽസും കൂടെ നോക്കുക. ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത്ര ഗുഡ് അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സോ യു ഹാവ് ടു ലുക്ക് ഫോർവേഡ് ടു ദി ഫണ്ടമെൻ്റൽസ് ഓൾസോ. എന്നാൽ മാത്രം നമുക്ക് കൃത്യമായിട്ട് ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നൊരു ഒരു പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ധൈര്യവും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസും അതായത് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ടെക്നിക്കൽസും കൂടെ നോക്കുക. ഇൻഡിക്കേറ്റേഴ്സ് പ്ലോട്ട് ചെയ്യാം. ഞാനിവിടെ അല്ല ഞാൻ ഈ സ്റ്റോക്ക് വിൽക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജി അല്ല, ഇതിൻ്റെ പുറകെയുള്ള ഇത് SMC ആണ്. സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഈ കാണാൻ സ്റ്റോക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് FIS ഇതിനകത്തൊരു ബൈ നടത്തിയിട്ടുണ്ട്. അതും കൂടെയാണ് ഞാൻ കാരണം FIS ഈ ഒരു ഇനിഷ്യൽ പോയിന്റിൽ നിന്നായിരിക്കും ഒരു ബൈ നടത്തി. ഈ കാണുന്നൊരു പോയിന്റിൽ നിന്നാണ് ചിലപ്പോൾ FIS ഒരു ബൈ നടത്തി. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പോക്ക് നമുക്ക് സ്റ്റോക്കിൻ്റെ കാണാൻ സാധിക്കും. അപ്പോൾ FIS പതിയെ താഴേക്ക് വരിക, അവരുടെ ലോസ് കുറച്ചുകൊണ്ട് തന്നെ അവരുടെ ബ്രേക്ക് ലെവലിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നല്ലൊരു ബൈ നടത്തി നമ്മുടെ SLs അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നേരത്തെ എടുത്തവർ ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ എടുത്തവരുടെ SLകളെല്ലാം ഗ്രാബ് ചെയ്തതിന് ശേഷം ആയിരിക്കും മാർക്കറ്റ് തിരിച്ചു പോകാൻ. അങ്ങനെയൊക്കെയുള്ള സിനാരിയോ ചിലപ്പോൾ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ബൈയും കാര്യങ്ങളൊക്കെ തന്നെ FIS നടത്തിയിട്ടുണ്ട് ഈ സ്റ്റോക്കിൻ്റെ അകത്ത്. നമുക്ക് ഹിസ്റ്റോറിക്കൽ ഗ്രാഫുകളിലേക്ക് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഈ പരിചയപ്പെടുത്തിയ AH ഹോട്ടൽസിൻ്റെ ബോത്ത് ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോക്കാണ്, അദ്ദേഹത്തിന് ഭാവി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും വാച്ച് ഔട്ട് ചെയ്യാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നത് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇനി ഒട്ടനവധി വീഡിയോകളായിട്ട് കാണാം. നന്ദി, നമസ്കാരം.